ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴിന്ന് നല്ല ടേസ്റ്റിയായി നല്ലൊരു പലഹാരം നമുക്ക് ഉണ്ടാക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കാം, വൈകിട്ടത്തെ ചായ കുടിക്കായാലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയായ ഒരു പലഹാരമാണ്. റവ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നമുക്ക് വേഗം ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം പാനൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കാം. പാലിൻ്റെ കൂടെ തന്നെ ഒരു 3/4 ഗ്ലാസോളം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ പാലും വെള്ളവും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ 1.5 കപ്പ് റവ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇത് നല്ലപോലെ ഇളക്കി വേവിച്ചെടുക്കാം. ഈ സമയത്ത് വെള്ളം കുറവാന്ന് തോന്നിക്കഴിഞ്ഞാൽ അല്പം വെള്ളം തിളപ്പിച്ച് അതിൻ്റെ കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ റവയൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് റവയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടി അതിൻ്റെ കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റവയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാലിൽ വേവിച്ചെടുത്ത റവ ഞാൻ തണുത്തപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഒരു ചെറിയ ചൂടേ ഉള്ളൂ, നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ കുഴയ്ക്കുന്ന സമയത്ത് വെള്ളം വേണമെങ്കിൽ ഒരു ശകലം ചൂടുവെള്ളം കൂടെ അതിനകത്ത് ഒഴിച്ച് കൊടുത്താൽ മതി. അതുപോലെ ശകലം ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ കുഴച്ചെടുക്കാം. ഇനി അപ്പോഴിങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുമല്ലോ, അപ്പോൾ ഒരു ശകലം നെയ്യ് കൂടെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ റവയൊക്കെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഇതേപോലെ കുഴച്ചെടുക്കണം. അതിനുശേഷം ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇനി നമുക്കിതിനകത്ത് വെക്കാനുള്ള ശർക്കരയും തേങ്ങയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ശർക്കര ഉരുക്കിയെടുത്ത പാത്രമാണിത്. അതിനകത്തോട്ട് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 3/4 കപ്പോളം അവലിട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ അവിലൊക്കെ ഒന്ന് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് 1 മുറി തേങ്ങ തിരുമ്മിയത് കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് നെയ്യുടെ കൂടെ ഒന്ന് ചൂടായി വന്നാൽ മതി, ഒരുപാടങ്ങ് വറക്കൊന്നും വേണ്ട. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ശർക്കര ഉരുക്കി വെച്ചിരുന്നത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കരയും തേങ്ങയും അവിലും എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആവുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ലപോലെ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ നമ്മുടെ ശർക്കരയുടെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ചൂട് മാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ പലഹാരം ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ മാവ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇച്ചിരി നെയ്യ് ഇതുപോലെ ഒന്ന് കയ്യിൽ തടവി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതുപോലെ കുറേശ്ശെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് ഇതേ പരുവത്തിൽ നീളത്തിൽ ഉരുട്ടിയെടുക്കാം. നീളത്തിൽ ഉരുട്ടിയെടുത്ത മാവിലേക്ക് നല്ലപോലെ ഒരു കുഴി ഇട്ട് കൊടുക്കാം. അവലും തേങ്ങയും കൂടെ നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലേ, അപ്പോൾ അത് നിറച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവെല്ലാം ഞാൻ ഉരുട്ടി ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു സ്റ്റീമറിലേക്ക് വെച്ച് ആവി കയറ്റാം. ഒരു 15 മിനിറ്റ് ആവി കയറുമ്പോഴത്തേന് നല്ലപോലെ വെന്ത് വരും. അപ്പോൾ ഇനി അടച്ച് വെച്ച് ആവി കയറ്റാം. 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോഴേ നമ്മുടെ റവ കൊണ്ട് ആവിയിൽ പുഴുങ്ങിയ പലഹാരമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.